എല്ലാവർക്കും നമസ്കാരം. ഇത് കൊന്നപ്പൂവാണ്. എല്ലാവർക്കും കണ്ടാലറിയാം. അടുത്ത മാസം 14-ാം തീയതിയാണ് വിഷു. എങ്കിലും ഇപ്പോഴേ കൊന്നപ്പൂ ഇങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കുകയാണ്. ഇത് കുമാരപുരത്തുള്ള ഒരു ശിവക്ഷേത്രത്തിലെ കൊന്നമരത്തിലെ പൂക്കളാണിത്. എന്ത് ഭംഗിയല്ലേ കാണാൻ, ആ മഞ്ഞ നിറം. ഇവിടുത്തെ ശിവൻ മൃത്യുഞ്ജയനാണ്. എനിക്കൊരുപാട് ഇഷ്ടമുള്ള ക്ഷേത്രമാണ് ഇവിടെ ഞാനൊരു 2.5 വർഷത്തോളം ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട്. ഇവിടെ വന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഇവിടുത്തെ ശിവനും ഞാനും തമ്മിൽ വലിയ കോണ്ടാക്റ്റിലാണ്. ഞങ്ങൾ ഫ്രണ്ട്സാണ്, ഞങ്ങൾ ലവേഴ്സാണ്. എന്തും ഞങ്ങൾ തമ്മിൽ പറയും, അങ്ങോട്ടും പറയും ഇങ്ങോട്ടും പറയും. സങ്കടങ്ങളും സന്തോഷങ്ങളും ഷെയർ ചെയ്യും. എനിക്കൊരുപാട് സൗഭാഗ്യങ്ങൾ തന്ന ക്ഷേത്രമാണിത്. ഒരിക്കലും ഒരമ്പലത്തിൽ എനിക്കൊരു ജോലി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. അങ്ങനെ എനിക്ക് ആദ്യമായിട്ട് ഒരമ്പലത്തിൽ ജോലി കിട്ടി. അതും അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ കമ്പ്യൂട്ടർ ബില്ലിങ്ങിൻ്റെ ജോലിയാണ് എനിക്ക് കിട്ടിയത്. എനിക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു അത്. അതിനുശേഷം പിന്നെ അതെനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ. അത് കഴിഞ്ഞ് പിന്നെയും കുറേ നാൾ ജോലിയൊന്നും ഇല്ലാതിരുന്ന സമയത്ത് വീണ്ടും എനിക്കൊരു സ്ഥലത്ത് ജോലി ലഭിച്ചു. 6 മാസം അവിടെയും പോയി. അവിടുത്തെ ജോലിയും മതിയാക്കി. അങ്ങനെ ഇപ്പം കൂടുതൽ ദൈവിക കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയാണ്. ജോലിക്കൊക്കെ പോകുമ്പോൾ നമുക്ക് പഴയതുപോലെ ക്ഷേത്രങ്ങളിൽ പോകാനോ പ്രാർത്ഥിക്കാനോ നാമം ചൊല്ലാനോ ഒന്നും സമയം തികയാറില്ല. ഇപ്പോൾ എനിക്ക് ഒരുപാട് സമയമുണ്ട്. ദൈവികമായ കാര്യങ്ങളിൽ വീണ്ടും ഞാൻ ശ്രദ്ധിച്ചു വരുന്നു. ഒരുപാട് ശക്തിയുള്ള ക്ഷേത്രമാണ് ഇത്. തിരുവനന്തപുരത്ത് കുമാരപുരം എന്ന് പറയുന്ന സ്ഥലത്താണ്. വെയിലൂർക്കോണം മഹാദേവർ ചാമുണ്ഡി ദേവി ക്ഷേത്രം എന്നാണ് പേര്. ഇന്ന് പ്രദോഷമാണ് ഇവിടെ. പ്രദോഷ പൂജയിൽ പങ്കെടുക്കാൻ എല്ലാവരും ശ്രമിക്കണം. എല്ലാ ദുഃഖങ്ങളും മാറ്റിത്തരുന്ന ദേവനാണ് മഹാദേവൻ. മഹാവിഷ്ണുവും അതുപോലെ തന്നെ ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ. ശ്രീകൃഷ്ണനോട് കൂടുതൽ അടുക്കാൻ വേണ്ടി നമുക്ക് ദുഃഖങ്ങൾ തരുമെന്ന് പറയും. അത് സത്യമാണ്. അതെല്ലാം